ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഞാൻ എല്ലാ ബ്രസയുടെ വീഡിയോസിലും പറയുന്നതാണ്, യൂഷ്വലി മാരുതി എപ്പോഴും വണ്ടി ഇറക്കുന്ന സമയത്ത് പ്രൈസും സാധനങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞിട്ടാണ് ഇറക്കാറുള്ളത്. പക്ഷേ ഈ വണ്ടിയുടെ കേസിൽ മാത്രം അവർ ജസ്റ്റ് ബേസ് മോഡലിൻ്റെ പ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ ഫൈനലി നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ പ്രൈസ് ലിസ്റ്റ് അവൈലബിൾ ആണ്. ബേസ് മോഡൽ മുതൽ ടോപ്പ് മോഡൽ വരെ 1.5 NA ആയിക്കോട്ടെ, 1.5 CNG ആയിക്കോട്ടെ, ഓട്ടോമാറ്റിക്, മാനുവൽ, പിന്നെ 1 ലിറ്റർ ടർബോ പെട്രോൾ. പിന്നെ അവർ നേരത്തെ പറയാത്തൊരു സംഭവം ഉണ്ടായിരുന്നു, ഏത് വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്, അതായത് 1.5 NA ആണോ 1 ലിറ്റർ ടർബോ ആണോ ഏതിൻ്റെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് 7.4 ലാക്സിലുള്ളതാണ്. ആകപ്പാടെ 7.39 ലാക്സ് സ്റ്റാർട്ടിംഗ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും നമുക്കത് നോക്കാം. അതിന് പിന്നെ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ തരാം. ലുക്കൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഫ്രണ്ടിൽ ഗ്രില്ല്, ബമ്പറിൻ്റെ സാധനം, പിന്നെ മറ്റേ സൈഡിലാണെങ്കിലും ക്രോം ഗാർണിഷ്, സിൽവർ ഗാർണിഷ്, താഴത്തുള്ളത് അലോയ് വീൽസിൻ്റെ ഡിസൈൻ, അതൊക്കെയാണ് ചേഞ്ച്. ബാക്കിൽ നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, ഇതാണ് എക്സ്റ്റീരിയറിൽ ആകെപ്പാടെ പറയാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഇൻറ്റീരിയർ ആണെങ്കിലോ നമുക്ക് ഡാഷ്ബോർഡിലോട്ട് മാറിയിട്ടില്ല, പക്ഷേ ഇൻഫോടൈം സിസ്റ്റം 10.1 ഇഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ അത് 35+ ഇൻബിൽറ്റ് ടാബ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സുസുക്കി കണക്ട് വെച്ച് 60+ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് അലക്സ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സീറ്റ്സിൽ കറക്റ്റായി ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് വന്നു, വയർലെസ് ചാർജിങ് വിത്ത് കൂളിംഗ് പാഡ് വന്നു. നമ്മുടെ AC കൺട്രോൾസ് അതിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആയിക്കോട്ടെ, 360 ക്യാമറ ആയിക്കോട്ടെ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സിംഗിൾ പെയിൻ സൺറൂഫ് ഉണ്ട്. സോ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്തോട്ട് പോകുന്നില്ല. നമുക്ക് 64 കളേഴ്സിൻ്റെ ആംബിയൻ ലൈറ്റും ഇതിനകത്തുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതറിയില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഫീച്ചേഴ്സ് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ സ്പെയർ വീലില്ലെങ്കിലും അണ്ടർ ബോഡി CNG കിട്ടുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അത് നമുക്ക് ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഈ വണ്ടിയുടെ 1.5 ലിറ്റർ എഞ്ചിനോട് CNG ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യം അതും നിങ്ങൾ ഇതിന് തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് പുതിയ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. ബൂസ്റ്റർ ജെറ്റ് ആണ്, ഫ്രോങ്സിൽ കിട്ടുന്ന എഞ്ചിനാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് 110 PS 170 ടോർക്കുമാണ് വരുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ കൂടെയാണ് ഈ എഞ്ചിൻ കിട്ടുന്നത്. നേരത്തെ നമുക്ക് ആകപ്പാട് ഈ വണ്ടിയിൽ എല്ലാത്തിലും 5 സ്പീഡ് മാനുവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ 1.5 NA ആണെങ്കിലും സംഭവം പവർക്ക് 103 PS 137 ടോർക്ക് തന്നെയാണ്. പക്ഷേ നമുക്ക് മാനുവൽ വരുന്നത് ഇപ്രാവശ്യം 6 സ്പീഡ് ആയിട്ടുണ്ട്. നേരത്തെ അതും 5 ആയിരുന്നു. ഓട്ടോമാറ്റിക് ഒക്കെ 6 സ്പീഡ് ടോക്കൺ കൺവേർട്ടർ തന്നെയാണ്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി നേരെ ഇതിൻ്റെ പ്രൈസിങ്ങിലോട്ട് ചാടി കിടക്കാം. അതിന് മുന്നേ ജസ്റ്റ് ഈ ഒരു സംഭവം നോക്കി വെച്ചോ, ഏതൊക്കെ വേരിയൻസ് ഏതൊക്കെ എഞ്ചിനാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. സോ ബേസ് മോഡലാണെങ്കിൽ നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ കിട്ടുന്നുണ്ട്. അത് LXA, VXA, ZXA, ZXA പ്ലസ്, പിന്നെ അതിൻ്റെ രണ്ടിൻ്റെ ഡ്യുവൽ ടോൺ മോഡൽസ് എല്ലാം കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ K15 എഞ്ചിനാണെങ്കിൽ മാനുവൽ ആകപ്പാടെ ZXI വേരിയൻറ്റ് വരെ ഉള്ളൂ. ഓട്ടോമാറ്റിക് നമുക്ക് VXAയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ അത് ഏറ്റവും ടോപ്പ് ZXA പ്ലസ് വരെ പോകുന്നുണ്ട്. CNG ആണെങ്കിലും LXAയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ZXI ഡ്യുവൽ ടോൺ, അതായത് ZXA പ്ലസിൽ ZXA വരെയാണ് അതും വരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും പ്രൈസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നേരത്തെ നമ്മൾ കണ്ടതാണ് 7.39 ലാക്സ് എന്നവർ പറഞ്ഞിരുന്നു. അത് ഏത് എഞ്ചിൻ്റെ ആണ് എന്നാണല്ലോ നിങ്ങൾ ആലോചിക്കുന്നത്. 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ ആണ് പ്രൈസ് 7.39 ലാക്സ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള റീസൺ എന്താണെന്നുള്ളത്. കാരണം ഈ എഞ്ചിൻ്റെ ടെക്നോളജി ഒക്കെ പുതിയതാണ്. അതായത് നമുക്ക് MPFA അല്ല, ഇത് TGD, അതായത് ഗ്യാസിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ ആണ് വരുന്നത്, ടർബോ ചാർജ്ഡ് ആണ്. സോ ഇതിനെല്ലാത്തിനും കോസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് ഫ്രോങ്സിൽ ഈ എഞ്ചിൻ ആക്ച്വലി വളരെ എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ ഡെൽറ്റ പ്ലസ് മുതലാണ് നമുക്ക് ടർബോ കിട്ടുന്നത്. പക്ഷേ എന്നാലും അത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഫ്രോങ്സിൻ്റെ ടർബോ ആരും വാങ്ങാറില്ല. ഈ വണ്ടി പക്ഷേ അവർക്ക് മറ്റേ ടാക്സ് ബ്രാക്കറ്റ് വരുന്നത് തന്നെ നല്ല വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് സബ്ഫോമീറ്റർ വണ്ടികളാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും 1.2 ലിറ്റർ എഞ്ചിൻ്റെ താഴെ ആയിരിക്കണം അതിൻ്റെ പെട്രോൾ എഞ്ചിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരേണ്ടത്. ഡീസലാണ് 1.5 വരെ പോകും. പക്ഷേ ഈ വണ്ടിക്കകത്ത് 1.5 NA ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സൈസ് ഡ്യൂട്ടി വന്നിരുന്നത് നമ്മുടെ അബവ് 4 മീറ്റർ, അതായത് 4.3 മീറ്റർ SUVസിലൊക്കെ വരുന്ന പോലെ 40% ആയിരുന്നു. അതിപ്പോൾ നേരെ കുറഞ്ഞ് 18% വന്നിട്ടുണ്ട്. ഇപ്പം മറ്റേ സെസ്സും സാധനങ്ങളൊന്നും ഇല്ല. സബ്ഫോമീറ്റർ വണ്ടിയിൽ ജസ്റ്റ് 18% നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ മറ്റേ വണ്ടികൾ ഇപ്പോൾ ക്രെറ്റ അങ്ങനത്തെ വണ്ടികളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന പോലെ 40% എക്സൈസ് ഡ്യൂട്ടി ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഈവൻ ദോ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ ഇല്ലായിരുന്നു എങ്കിൽ പോലും. ഇപ്പോൾ എന്തായാലും 1 ലിറ്റർ എഞ്ചിൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ 1.5 മോഡൽസ് ഇപ്പോഴും 40% തന്നെയാണ് എക്സൈസ് ഡ്യൂട്ടി. പക്ഷേ 1 ലിറ്റർ മോഡൽസിൽ ജസ്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ 18% എക്സൈസ് ഡ്യൂട്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർക്ക് ഇതിൻ്റെ പ്രൈസ് കുറച്ച് വയ്ക്കാൻ പറ്റിയതും. ഈവൻ ദോ 1 ലിറ്റർ എഞ്ചിൻ കുറച്ചും കൂടെ സഫിസ്റ്റിക്കേറ്റഡ് ആണെങ്കിൽ പോലും നമ്മുടെ സെലറിൽ കിട്ടുന്ന സെയിം K10C എഞ്ചിൻ തന്നെയാണ്, ഡ്യുവൽ ജെറ്റ് ആണ്. പക്ഷേ അതിനകത്ത് ടർബോ ചാർജർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. പ്രൈസിങ് ആക്ച്വലി വളരെ നല്ലതാണ്. 7.39 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ZXA പ്ലസ് 11.15 അല്ലെങ്കിൽ 16 ലാക്സ് വരെയാണ് മാക്സിമം പോകുന്നത്. എൻ്റെ ഡ്യുവൽ ടൂൺ എടുക്കുകയാണെങ്കിൽ 11.32 ലാക്സ് വരെ പോകും. അത് കുഴപ്പമില്ല. ഇനി 1.5 NA ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനുവൽ 8.29 ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം 10.65 ലാക്സ് വരെയാണ് പോകുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് അവർ ആക്ച്വലി നമ്മുടെ 1.5 വേരിയൻസിൻ്റെ പ്രൈസ് കുറച്ചിട്ടില്ല, അത് കുറച്ച് കൂട്ടിയിട്ടുള്ളൂ. 8.26 ലാക്സ് ആയിരുന്നു നേരത്തെ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിൽ നിന്ന് ജസ്റ്റ് ഒരു 3,000-4,000 രൂപ കൂട്ടിയിട്ടാണ് ഇപ്പോൾ 8.3 ലാക്സിനടുത്ത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ടോപ്പിന് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ZXI പ്ലസ് വരെ ഇത് കിട്ടുന്നില്ല മാനുവൽ. പണ്ടത്തെ വണ്ടിയിൽ അതൊക്കെ ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ LXI മോഡലിൽ നേരത്തെ പറഞ്ഞാൽ VXA സ്റ്റാർട്ടിംഗ് വരുന്ന 10.61 ലാക്സ് ആണ്. അത് മാക്സിമം
13.75 ലാക്സ് വരെ 13.7 ലാക്സ് വരെ പോകുന്നുണ്ട്. അതാണ് ഈ വണ്ടിയുടെ മാക്സിമം എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. നമ്മൾ കാണിക്കുന്നതെല്ലാം തന്നെ എക്സ്ഷോറൂം പ്രൈസ് ആണ്, ഓൺ റോഡ് പ്രൈസ് അല്ല. എന്തായാലും ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ പ്രൈസിങ് അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിട്ടുണ്ട് എന്ന് പറയാം. കാരണം നമ്മളിപ്പോൾ നെക്സോണോ അല്ലെങ്കിൽ മറ്റേ XUV3XO, വെന്യൂ, സോണറ്റ്, സിറോസ് ഏത് വണ്ടി എടുത്താലും എല്ലാത്തിൻ്റെയും പ്രൈസ് 15 to 16 ലാക്സിൻ്റെ ഇടയിലാണ് ടോപ്പ് എൻഡിൻ്റെ എക്സ്ഷോറൂം പോകുന്നത്. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 2 to 3 ലക്ഷത്തിനടുത്ത് വരെ ഈ വണ്ടിക്ക് പ്രൈസ് കുറവാണ്. പിന്നെ അതിലൊക്കെ നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ട് എന്ന് മാത്രം. ഇതിൻ്റെ അകത്ത് അവർ മാനുവലിലാണ് ടർബോ പെട്രോൾ കൊടുക്കുന്നത്. പക്ഷേ ആ കൊടുക്കുന്ന മാനുവൽ ആണെങ്കിൽ പോലും അത്യാവശ്യം അഫോർഡബിൾ ആണ്, നമുക്ക് വലിയൊരു പ്രൈസ് ഡിഫറൻസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 65,000 അടുത്താണ് നമുക്ക് 1.5 എണ്ണയും 1 ലിറ്ററും തമ്മിൽ പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ ZXi വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ 1 ലിറ്റർ ചെറിയ എഞ്ചിനാണ്, പവർ ഉണ്ടാവില്ല, അതങ്ങനെയാണൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ 1.5 ചൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇനി CNG ആണെങ്കിലും 9.3 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 11.65 ലാക്സ് വരെ തന്നെയാണ് അതും പോകുന്നത്. അതിൻ്റെ പ്രൈസും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം 1 ലാക്കിനടുത്ത് പ്രീമിയം എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷേ അഗൈൻ നമുക്ക് അണ്ടർ ബോഡി CNG കിട്ടുന്നു, ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ഇല്ല, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അതിൻ്റെയും പ്രൈസ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ പറയാം. മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇത്രയും എക്സ്ട്രാ ഫീച്ചേഴ്സ് വെച്ച് നമുക്ക് അധികം പ്രൈസിന് എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നില്ല. ഈ ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുന്നേ ആണെങ്കിലും ബ്രസയുടെ ടോപ്പ് ആൻഡ് എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം 13 ആ ഒരു റേഞ്ചിലായിരുന്നു, 13.2 6 2 or 3 എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. അതിൽ നിന്ന് അപ്പോൾ അധികം പ്രൈസ് എക്സ്ട്രാ വന്നിട്ടില്ല, ഒരു 50,000 60,000 റേഞ്ച് വരെയൊക്കെ ഇതിനാകെപ്പാടെ പ്രൈസ് കൂടിയിട്ടുള്ളൂ. ആ എമൗണ്ട് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് ടോട്ടലി ഈ വണ്ടിയുടെ ടോപ്പ് ആൻഡ് വേരിയൻറ്റ് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർമലി നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ബാക്കി വണ്ടികൾ കിട്ടുന്ന അത്രയൊക്കെ ഫീച്ചേഴ്സ് തന്നെ ഇതിൻ്റെ അകത്തും ഉണ്ട് എന്ന് പറയാം. പിന്നെ ഡിസൈൻ സാധനങ്ങൾ ഓവറോൾ പ്രൊപ്പോർഷൻസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. ഒരു കുറച്ച് SUV പോലത്തെ ലുക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട്, ഒരു ക്രോസ് ഓവർ ലുക്കല്ല. ചില സെഗ്മെൻറ്റിലുള്ള ഈ വണ്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു കൈൻഡ് ഓഫ് ക്രോസ് ഓവർ ലുക്കാണ് SUV-യിലും കൂടുതൽ കിട്ടാറുള്ളത്. എനിവേ ഗൈസ്, ദിസ് ഇസ് ഇറ്റ്. ഇതാണ് നമ്മുടെ പുതിയ ബ്രസയുടെ ഡീറ്റെയിൽഡ് പ്രൈസ് ലിസ്റ്റ്. അഗൈൻ എല്ലാം എക്സ്ഷോറൂം പ്രൈസ് ആണ്. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മളിതിൻ്റെ വേരിയൻസ് വൈസ് ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും കൂടെ ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. സോ അതിന് വേണ്ടി തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.